ഞാൻ ഫാദർ അഗസ്റ്റിൻ പാട്ടാനിയിൽ, ആനക്കാമ്പോയിൽ വികാരി. സ്നേഹമുള്ളവരെ, മാർച്ച് 22 മുതൽ 27 വരെ 6 ദിവസത്തെ പോപ്പുലർ മിഷൻ ധ്യാനം ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. 100 പേരടങ്ങുന്ന കമ്മിറ്റി അംഗങ്ങളും 4 കൈക്കാരന്മാരും ജനറൽ കൺവീനറും മറ്റ് കൺവീനർമാരുമൊക്കെ അടങ്ങുന്ന ടീം അംഗങ്ങളാണ് ഈ ധ്യാനത്തിന് നേതൃത്വം നൽകിയത്. വളരെ ദൈവാനുഭവത്തിൻ്റെയും പ്രാർത്ഥനാനുഭവത്തിൻ്റെയും ദിവസങ്ങളായിരുന്നു ഞങ്ങൾക്ക് ഈ ദിവസങ്ങൾ. എല്ലാവർക്കും നല്ല അഭിപ്രായമാണ് ധ്യാനത്തിനെക്കുറിച്ചും ധ്യാന ടീം അംഗങ്ങളെക്കുറിച്ചും. എല്ലാവർക്കും നല്ല അനുഭവങ്ങൾ ലഭിക്കുകയുണ്ടായിട്ടുണ്ട്. ധ്യാനം നയിച്ച ജോജോ മാരിപ്പാട്ടച്ഛനെയും ടീം അംഗങ്ങളെയും നന്ദിയോടുകൂടി ഓർക്കുകയാണ്. ഇടവയിൽ എല്ലാ അംഗങ്ങളും ധ്യാനത്തിൽ പങ്കെടുത്ത് ധ്യാനം വിജയിപ്പിച്ചതിനെക്കുറിച്ച് ഓർത്ത് ദൈവത്തിന് നന്ദി പറയുകയും ഓരോ ഇടവ അംഗത്തിനും നന്ദി പറയുകയും ചെയ്യുന്നു. യേശുവിന്റെ പിന്നാലെ അടിവച്ചണിയായി യേശുവിന്റെ പിന്നാലെ പോവുക നാം യേശുവിന്റെ പിന്നാലെ സ്നേഹത്തിന്റെ പതാകയുമേന്തി യേശുവിന്റെ പിന്നാലെ പോവുക നാം യേശുവിന്റെ പിന്നാലെ വിശ്വാസത്തിൻ ദീപവുമേന്തി യേശുവിന്റെ പിന്നാലെ. വിശുദ്ധ ലൂക്കാ അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം 15-ാം അധ്യായം 8 മുതൽ 11 വരെയുള്ള തിരുവചനങ്ങൾ. ഏത് സ്ത്രീയാണ് തനിക്ക് 10 നാണയമുണ്ടായിരിക്കെ അതിലൊന്ന് നഷ്ടപ്പെട്ടാൽ വിളക്ക് കൊളുത്തി വീടഴിച്ചു വാരി അത് കണ്ടുകിട്ടുമ്പോഴും ഉത്സാഹത്തോടെ അന്വേഷിക്കാത്തത്? കണ്ടുകിട്ടുമ്പോൾ അവൾ കൂട്ടുകാരെയും അയൽക്കാരെയും വിളിച്ചു കൂട്ടി പറയും, എന്നോടുകൂടി സന്തോഷിക്കുവിൻ, എൻ്റെ നഷ്ടപ്പെട്ട നാണയം വീണ്ടും കിട്ടിയിരിക്കുന്നു. അതുപോലെ അനുതപിക്കുന്ന ഒരു പാപിയെക്കുറിച്ച് ദൈവത്തിൻ്റെ ദൂതന്മാരുടെ മുമ്പിൽ സന്തോഷമുണ്ടാകുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഈശോയിൽ ഏറ്റവും ബഹുമാനപ്പെട്ട വികാരിയച്ച, പ്രിയ ബഹുമാനപ്പെട്ട ജോജോച്ച, മറ്റ് വൈദികരെ, ഇവരുടെ മുപ്പമുള്ള പ്രേക്ഷിതരെ, പ്രിയപ്പെട്ട മാതാപിതാക്കളെ, സഹോദരങ്ങളെ, വാത്സല്യമുള്ള കുട്ടികളെ, വലിയ ദൈവാനുഗ്രഹത്തിൻ്റെ ദിവസങ്ങളിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ സമാപന മണിക്കൂറാണ്. പോപ്പുലർ മിഷൻ ധ്യാനത്തിൻ്റെ സമാപന ദിവസമാണിന്ന്. പല ഇടവകളിലും പോപ്പുലർ മിഷൻ ധ്യാനത്തെക്കുറിച്ച് പറയുമ്പോൾ ആദ്യം എല്ലാവരുടെയും നെറ്റിയൊന്ന് ചുളിയും, ഇതൊക്കെ നടക്കുമോ? പക്ഷേ അവസാന ദിവസം എല്ലാവരും പറയുന്നൊരു കാര്യമുണ്ട്, വലിയ ദൈവാനുഗ്രഹത്തിൻ്റെ അവസരമായിരുന്നു അത്. നിങ്ങളുടെയും അനുഭവവും ചിന്തയും അത് തന്നെയാണെന്ന് ഞാൻ കരുതുകയാണ്. താമരശ്ശേരി രൂപത റൂബി ജൂബിലി വർഷത്തിലൂടെ കടന്നു പോവുകയാണ്. രൂപത രൂപീകൃതമായിട്ട് 40 വർഷങ്ങൾ പിന്നിടുന്നു. 3 വർഷം നീണ്ടു നിൽക്കുന്ന കർമ്മ പദ്ധതികളോടുകൂടിയാണ് ഇതിൻ്റെ ആഘോഷ പരിപാടികൾ അല്ലെങ്കിൽ ആചരണം നടക്കുക. അതിനൊരു പ്രധാനപ്പെട്ട കാര്യമായിരുന്നു രൂപതയിലെ 40 ഇടവകകളിൽ പോപ്പുലർ മിഷൻ ധ്യാനം നടത്തുക. വിൻസെൻഷൻ വൈദികര് നേതൃത്വം നൽകുന്ന പോപ്പുലർ മിഷൻ ധ്യാനം നടത്തുക. 120 ഇടവകകളുള്ള രൂപതയിലെ 40 ഇടവകകൾക്കാണ് ആ ഭാഗ്യം ലഭിച്ചത്. അതൊരു ഇടവകയായിട്ട് മാറാനായിട്ട് ആനിക്കാമ്പോയിലിന് കഴിഞ്ഞു എന്നത് വലിയൊരു ദൈവാനുഗ്രഹമാണ്. ബഹുമാനപ്പെട്ട ജോജോ മാരിപ്പാട്ടച്ഛൻ്റെ നേതൃത്വത്തിൽ 7-8 വൈദികരാണ് എല്ലാ ഇടവകകളിലും ധ്യാനം നടത്തിയത്. 30ാമത്തെ ഇടവകയാണ് നമ്മുടെ രൂപതയിലെ. ഇനിയും 10 ഇടവകകളിൽ പോപ്പുലർ മിഷൻ ധ്യാനം നടക്കുവാനായിട്ടുണ്ട്. ഇത് ഈ മാസങ്ങളിലൊക്കെ ഒന്നിടവിട്ട ആഴ്ചകളിൽ ഇവർ താമരശ്ശേരി രൂപതയിലാണ്. ഓരോ പള്ളികളും മാറി 30 ഇടവകകളിൽ അവർ ധ്യാനിപ്പിച്ചു കഴിഞ്ഞു. 30-40 ഇടവകകളിൽ ധ്യാനിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ കാര്യമല്ല. 5 ദിവസം ആ ഇടവകകളിൽ പോയി താമസിച്ച് വീടുകൾ കയറി ഇറങ്ങിയുള്ള വലിയൊരു ദൗത്യമാണ് അവർ സന്തോഷപൂർവ്വം ഏറ്റെടുത്തത്. ഇടവകയുടെ പേരിൽ, രൂപതയുടെ പേരിൽ
ജോജോ അച്ഛനെയും തോമസ് അച്ഛനെയും ടീമിലെ എല്ലാ അച്ഛന്മാരെയും പ്രേക്ഷിതരെയും ഈ അവസരത്തിൽ പ്രത്യേകമായിട്ട് നന്ദി അറിയിക്കുകയും ആശംസകൾ അറിയിക്കുകയും ഇനിയും നിങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് ഒത്തിരിയേറെ ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും. കാർബൺ എന്നൊരു വാക്ക് നിങ്ങൾ കേട്ടു, കാർബണെ കുറിച്ച് കേട്ടിട്ടുണ്ട്. ഈ കാർബൺ എന്താണെന്ന് നമ്മൾ വെറുതെ ഗൂഗിൾ ചെയ്ത് നോക്കുക. ഗൂഗിളിൽ വെറുതെ വാട്ട് ഈസ് ദ മലയാളം മീനിങ് ഓഫ് കാർബൺ എന്ന് ചോദിച്ചാൽ നിങ്ങൾ ചെന്ന് മൊബൈലെടുത്ത് വെറുതെ ഒന്ന് അടിച്ചു നോക്കിയാൽ മതി. നമുക്ക് കിട്ടുന്ന മറുപടി ജീവൻ്റെ നിലനിൽപ്പിനായിട്ടുള്ള ഒരു പ്രത്യേക മൂലകം. പ്രകൃതിയിൽ അത് കരിയായും വജ്രമായും കാണപ്പെടും. ജീവൻ്റെ നിലനിൽപ്പിന് വേണ്ട ഒരു അടിസ്ഥാന മൂലകം. പ്രകൃതിയിൽ അത് കരിയായിട്ടും വജ്രമായിട്ടും കാണപ്പെടും. ഒരേ മൂലകമാണ്, ഒരേ തന്മാത്രകൾ, ഒരേ എലമെൻസാണ്. അത് ചിലപ്പോഴത് വെറും കരിക്കട്ടയാണ്. പക്ഷെ അതിനെ വേറൊരു വിധത്തിൽ ക്രമീകരിച്ച് വെച്ച് കഴിഞ്ഞാൽ അത് മിന്നിത്തിളങ്ങുന്ന വജ്രമാണ്. നമ്മുടെയൊക്കെ ജീവിതവും ഇതുപോലെ തന്നെയാണ്. നമ്മളൊക്കെ ഒരേ സാഹചര്യത്തിലും ഒക്കെ കടന്നു പോകുന്ന മനുഷ്യരാണ്. ചിലരുടെ ജീവിതം നോക്കുകയാണെങ്കിൽ, കുടുംബങ്ങൾ നോക്കുകയാണെങ്കിൽ അത് ഇങ്ങനെ മിന്നിത്തിളങ്ങുന്ന നല്ല കുടുംബങ്ങളാണ്. നമുക്ക് തന്നെ അസൂയ തോന്നുന്ന പോലെ നല്ല നിലവാരത്തിൽ അല്ലെങ്കിൽ സ്നേഹത്തോടെ ജീവിക്കുന്ന കുടുംബങ്ങൾ. ചില ജീവിതങ്ങൾ നോക്കുകയാണെങ്കിൽ കരിപുരണ്ട ജീവിതങ്ങളായിട്ട് പരാതിയും പരിഭവവും തകർച്ചകളുമായിട്ട് കടന്നു പോകുന്ന കുടുംബങ്ങളൊക്കെ ഉണ്ട്. കാർബൺ ഒരേ മൂലകം, ഒരേ തന്മാത്രകളാണ്. അതുകഴിഞ്ഞ് ഒരു പ്രത്യേക വിധത്തിലൊന്ന് ക്രമപ്പെടുത്തി വെച്ചാൽ അത് കരിക്കട്ടയാകും. അതിനൊന്ന് അല്പം മാറ്റി വേറെ വിധത്തിൽ പുനഃക്രമീകരണം നടത്തിയാൽ മിന്നിത്തിളങ്ങുന്ന ഡയമണ്ട് വജ്രമായിട്ട് മാറുന്നു. നമ്മുടെയും കുടുംബജീവിതം ഒരുപക്ഷെ ചിലപ്പോൾ അല്പമൊക്കെ കരിയും പൊടിയൊക്കെ പിടിച്ചതാണെങ്കിൽ അതിനെ ഒന്ന് ചെറിയൊരു ക്രമപ്പെടുത്തലൊക്കെ നടത്തിയാൽ അത് മിന്നിത്തിളങ്ങുന്ന മാണിക്യങ്ങളായിട്ട് മാറും. അതിനാ ഇത്തരം ധ്യാനങ്ങൾ, ചെറിയൊരു ക്രമീകരണം നമ്മുടെയൊക്കെ ജീവിതത്തിലൊന്ന് വരുത്തിയാൽ മതി. ഒരുപക്ഷെ നമ്മളൊക്കെ നടന്നു പോകുന്ന പാതയിൽ നിന്നും ഒന്നല്പം മാറി അങ്ങോട്ട് നടന്നാൽ ചിലപ്പോൾ നമ്മുടെ ജീവിതങ്ങളൊക്കെ ഒത്തിരിയേറെ വെട്ടിത്തിളങ്ങതായിട്ട് മാറും. ഇന്ന് നമ്മൾ വായിച്ചു കേട്ട സുവിശേഷം കാണാതായ നാണയത്തിൻ്റെ ഉപമയാണ്. ഈ സായാഹ്നത്തിൽ ചെറിയൊരു ചിന്ത പങ്കുവയ്ക്കാനായിട്ട് നമ്മളിപ്പോൾ തിരഞ്ഞെടുത്തത്. കാണാതായ നാണയത്തിൻ്റെ ഉപമ ലൂക്കായുടെ സുവിശേഷം 15-ാം അധ്യായത്തിൽ നിന്നും എടുത്തൊരു ഭാഗമാണ്. ഈ 15-ാം അധ്യായം മുതൽ കാണാതായവയെക്കുറിച്ചുള്ള കഥകൾ പറയുന്ന ഒരു സുവിശേഷമാണ്. കാണാതെ പോയ ആടിൻ്റെ ഉപമ, കാണാതെ പോയ നാണയത്തിൻ്റെ ഉപമ, വീട് വിട്ടിറങ്ങിയ ധൂർത്തപുത്രൻ്റെ ഉപമ, അതും ഒരു കാണാതെ പോയ മകൻ്റെ ഉപമ. ഈ കാണാതെ പോയ നാണയം ഇത് വായിക്കുമ്പോൾ നമുക്ക് തോന്നിയില്ലേ, ഒരു നാണയം നഷ്ടപ്പെട്ടിട്ട് ആ സ്ത്രീ ആകെ അസ്വസ്ഥയായിട്ട് വീട് മുഴുവൻ അടിച്ചു വാരുക. ഒരു നാണയമാണെന്ന് ഓർക്കണം. ഇത് കിട്ടിക്കഴിയുമ്പോൾ അയൽക്കാരെയും കൂട്ടുകാരെയും വിളിച്ച് വലിയ സദ്യ ഒരുക്കുകയാണ്. അവർക്ക് സദ്യ കൊടുക്കണമെങ്കിൽ എത്ര നാണയം ചെലവിടേണ്ടി വരും. അപ്പോൾ ഈ നാണയം എന്ന് പറയുന്നത് വെറും ഒരു നാണയമല്ല, വിലപിടിപ്പുള്ള ഏതോ ഒരു നാണയമാണ് ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയത്. വെറും ഒരു നാണയം നഷ്ടപ്പെട്ടു പോയിരുന്നെങ്കിൽ ഒരിക്കലും ആ സ്ത്രീ അതുപോലെ തിരിച്ചു കിട്ടിയപ്പോൾ സന്തോഷിക്കുകയോ കൂട്ടുകാരെയും അയൽക്കാരെയും വിളിച്ച് ആഘോഷിക്കുകയോ ചെയ്യുമായിരുന്നില്ല. ഈ നാണയം എന്താണെന്ന് ചിന്തിക്കുമ്പോൾ യഹൂദരുടെ പാരമ്പര്യം അനുസരിച്ച് യഹൂദരുടെ വിവാഹത്തിൽ വധു ശിരസിൽ ചാർത്തുന്ന ഒരു പ്രത്യേക ആഭരണമുണ്ട്. അതിൽ 10 നാണയങ്ങൾ തൂക്കിയിട്ടിട്ടുണ്ട്. കുടുംബജീവിതത്തിലേക്ക് വേണ്ട 10 പുണ്യങ്ങളുടെ പ്രതീകങ്ങളാണ് ഈ 10 നാണയങ്ങളെന്നാണ് പറയുക. നമ്മളൊക്കെ ഇന്ന് നമ്മുടെയൊക്കെ ജീവിതത്തിൽ വിവാഹത്തിൽ താലി ചാർത്തും. ഈ താലിക്ക് സമാനമായുള്ള ഒരു ആഭരണമായിരുന്നു ഈ തലയിൽ ചാർത്തുന്ന ഈ മാല, 10 നാണയങ്ങളുള്ള. നമുക്കറിയാം, ഒരു സ്ത്രീക്ക് തൻ്റെ താലി നഷ്ടപ്പെട്ടു പോയാൽ, താലിമാല നഷ്ടപ്പെട്ടു പോയാൽ, ഇപ്പോഴത്തെ സ്വർണത്തിൻ്റെ വിലയല്ല, ആ താലി നഷ്ടപ്പെട്ടു, അന്ന് ദേവാലയത്തിൽ പുരോഹിതൻ വെഞ്ചരിച്ച് തന്ന ആ താലി നഷ്ടപ്പെട്ടു പോയാൽ കുടുംബജീവിതത്തിന് വലിയ മാന്യതയും വിലയും കൽപ്പിക്കുന്ന ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം താങ്ങാനാവാത്തൊരു ദുഃഖമാണ് അത്. ആദ്യത്തെ താലി നഷ്ടപ്പോയി രണ്ടാമതൊരെണ്ണം വെഞ്ചരിച്ചിട്ടാലും അത് മതിയോ എന്ന് സംശയത്തോടെ ചോദിക്കുന്ന സ്ത്രീകളെയൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ താലി നഷ്ടപ്പെട്ടു പോകുന്നവർ ഒരു ജീവിതത്തിൽ എന്തോ നഷ്ടപ്പെട്ടു പോകുന്നൊരു അനുഭവമാണ്. അതുപോലെ തന്നെയാണ് ഈ സ്ത്രീക്ക് തൻ്റെ ശിരസിലടിച്ചിരുന്ന ആഭരണത്തിൽ നിന്നും ഒരു നാണയം നഷ്ടപ്പെട്ടു പോയത്. കുടുംബജീവിതത്തിന് വില കൽപ്പിച്ചിരുന്ന ആ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അതൊരു പ്രധാനപ്പെട്ട നഷ്ടമായിരുന്നു.
ആ നഷ്ടപ്പെട്ടതിനെയാണ് വിളക്ക് കൊളുത്തി തിരികെ കണ്ടെത്തുന്നത്, ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരുന്നത്. കുടുംബജീവിതത്തിലുണ്ടാകേണ്ട ചില പുണ്യങ്ങൾ, അത് സ്നേഹത്തിൻ്റെതായിരിക്കാം, വിശ്വസ്തതയുടേതായിരിക്കാം, ത്യാഗത്തിൻ്റെതായിരിക്കാം, സത്യസന്ധതയുടേതായിരിക്കാം, പ്രാർത്ഥനയുടേതായിരിക്കാം, വിട്ടുവീഴ്ചയുടേതായിരിക്കാം. ഇതുപോലെയൊക്കെ നമ്മുടെയൊക്കെ കുടുംബജീവിതത്തിലുണ്ടാകേണ്ട പുണ്യങ്ങൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ പലപ്പോഴും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. സ്നേഹത്തിൻ്റെ പുണ്യങ്ങൾ, സത്യസന്ധതയുടെ പുണ്യങ്ങൾ, വിശ്വസ്തതയുടെ പുണ്യങ്ങൾ, അങ്ങനെ നീണ്ടുപോകുന്ന ആ പട്ടിക. പ്രിയപ്പെട്ടവരെ, ദൈവസന്നിധിയിൽ നിന്ന് ധ്യാനാവസരത്തിൽ നമ്മൾ ഓർക്കുക, ജീവിതത്തിൽ നഷ്ടപ്പെട്ടതിനെ തിരികെ പിടിക്കുന്നതിനും വഴിമാറിപ്പോയ വഴികളിൽ നിന്ന് തിരികെ നടക്കുന്നതിനുമുള്ള ഒരു അവസരമാണ് ഈ ധ്യാനത്തിൻ്റെ അവസരങ്ങൾ എന്ന് പറയുന്നത്. Hallelujah, 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 ആമീൻ. ശിരസ്സ് നമിച്ചുകൊണ്ട് Hallelujah, 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 ആമീൻ. ആരാധിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. Hallelujah, ആമീൻ. കൈകളടിച്ചുകൊണ്ട് ആരാധിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ഹല്ലേലൂയ, ആമേൻ. ദൈവപിതാവേ, സ്നേഹതാതനേ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. എല്ലാവരും ഈശോയെ നോക്കിക്കൊണ്ട് കൈകളടിച്ച് ദൈവപിതാവേ, സ്നേഹതാതനേ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. പരിശുദ്ധാത്മാവേ, ജീവാഗ്നി, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ജീവാഗ്നി, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. കൈകളുയർത്തി കൈയടിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, കൈകൾ വീശിക്കൊണ്ട് ഹല്ലേലൂയ, ആമേൻ. എല്ലാവരും ഹല്ലേലൂയ, 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 ആമേൻ. ഒരിക്കൽ കൂടി ചേർന്ന് ഹല്ലേലൂയ, 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 ആമേൻ. കരങ്ങൾ കൂപ്പി ശിരസ് നമിച്ച് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ എന്നേരവും ആരാധനയും സ്തുതിയും ഘോഷവും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങളോടൊപ്പമായിരുന്ന ഞങ്ങൾ ഓരോരുത്തരും അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ എന്നേരവും ആരാധനയും സ്തുതിയും ഘോഷവും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധാത്മാവിന്റെ നിറവിലേക്ക്, പുത്തനഭിഷേകത്തിലേക്ക് ഞങ്ങളെ നയിച്ചുകൊണ്ടിരിക്കുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ എന്നേരവും ആരാധനയും സ്തുതിയും ഘോഷവും ഉണ്ടായിരിക്കട്ടെ. പ്രാർത്ഥനയോടെ കരങ്ങൾ കൂപ്പിപ്പിടിച്ച് ഏറ്റവും ഭക്തിയോടെ മക്കളൊക്കെ പ്രാർത്ഥിച്ച മക്കളെ ഈശോയെ നോക്കിക്കേ. എല്ലാവരും കരങ്ങൾ കൂപ്പി ഈശോയെ നോക്കി ഈശോയ്ക്ക് നന്ദി പറഞ്ഞ് ത്രിയേക ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ടാണ് ഈ നിമിഷങ്ങളിൽ ആയിരിക്കുന്നത്. ഇതാ പരിശുദ്ധ അമ്മയോട് ചേർന്ന് സ്ലീഹന്മാര് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ആരാധിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് അവരുടെ മധ്യത്തിലേക്ക് പരിശുദ്ധാത്മാവിന്റെ വലിയ അഭിഷേകം കടന്നു വരുന്നത്. അപ്പസ്തോല പ്രവർത്തനം 16-ാം അധ്യായത്തിന്റെ 25-26 തിരുവചനങ്ങളില് നമ്മൾ കാണുന്നുണ്ട്, പൗലോസും സീലാസും തടവറയെങ്കില് ദൈവത്തെ സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് പരിശുദ്ധാത്മാവിന്റെ നിറവ്, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം അവരുടെ മേൽ പറന്നിറങ്ങിയത്. കരങ്ങളൊന്ന് യാചനാരൂപത്തിൽ പിടിക്കാം. കണ്ണുകളെ ശാന്തമായിട്ട് എല്ലാവരും അടച്ച് പരിശുദ്ധാത്മാവേ, ജീവനേകുന്ന ആത്മാവേ, ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. ഒരു 2 പേര് കേൾക്കുന്ന ശബ്ദത്തില് യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, ഇങ്ങനെ ഒന്ന് പ്രാർത്ഥിച്ച് ദൈവത്തെ ഒന്ന് ആരാധിച്ച് യേശുവേ നന്ദി, യേശുവേ സ്തുതി. എല്ലാവരും പ്രാർത്ഥിച്ച്, മറ്റാരെയും നോക്കുന്നില്ല, മറ്റാരെയും ശ്രദ്ധിക്കുന്നില്ല. എല്ലാവരും കണ്ണുകൾ അടച്ച്, ഇതാ ഈശോ എന്നെ അനുഗ്രഹിക്കുന്നു, ഈശോയുടെ വാഗ്ദാനമാണ്, ഞാൻ നിങ്ങളെ അനാഥനായി വിടുകയില്ല, പരിശുദ്ധാത്മാവിനെ നൽകും. ഈശോയെ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്ന ഈ ആരാധന സമൂഹത്തിന്റെ മേല് പുറപ്പാട് 23-25 നിന്റെ ദൈവമായ കർത്താവിനെ നീ ആരാധിക്കുമ്പോൾ നിന്റെ ഭക്ഷ്യവും പാനീയവും ആശീർവദിക്കപ്പെടും, നിന്റെ ഭവനം അനുഗ്രഹിക്കപ്പെടും, നിന്റെ ദേശം അനുഗ്രഹിക്കപ്പെടും. ഗർഭചന്ദ്രമ വന്ധ്യതയോ നിന്റെ നാട്ടില്, നിന്റെ ദേശത്ത്, നിന്റെ കുടുംബത്തിൽ ഉണ്ടാവുകയില്ല.
ദീർഘായുസ് നൽകി ദൈവം അനുഗ്രഹിക്കും. ഈ ഒരാഴ്ചക്കാലം കർത്താവിനെ ആരാധിച്ച് പ്രാർത്ഥിച്ചപ്പോൾ നമ്മുടെ ജീവിതത്തെ എല്ലാ മേഖലകളെയും സമൃദ്ധമായി അനുഗ്രഹിച്ച് ദൈവത്തിന് നന്ദി പറയാം. കരങ്ങൾ അല്പം കൂടെ ഒന്ന് ഉയർത്തിപ്പിടിച്ച് ഒരു 4 പേര് കേൾക്കുന്ന ശബ്ദത്തില് യേശുവേ നന്ദി, യേശുവേ ആരാധന. എല്ലാവരും പ്രാർത്ഥിക്കട്ടെ. കണ്ണുകൾ അടച്ച് കരങ്ങൾ ഉയർത്തി ഒരു 4 പേര് കേൾക്കുന്ന ശബ്ദത്തില് യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ മഹത്വം. എല്ലാവരും പ്രാർത്ഥിക്കുകയാണ്, എല്ലാവരും പ്രാർത്ഥിക്കുകയാണ്. അതിരം തുറന്ന് ഹൃദയം തുറന്ന് യേശുനാമം, രക്ഷയുടെ നാമം, അഭിഷേകമുള്ള നാമം, കൃപയുടെ നാമം, ഇതാ വിമോചനം നൽകുന്ന നാമം. 6 പേര് കേൾക്കുന്ന ശബ്ദത്തില് സ്വരമുയരട്ടെ, അതിരം തുറക്കട്ടെ, കരങ്ങൾ ഉയരട്ടെ. എല്ലാവരും കരങ്ങൾ ഉയർത്തി അതിരം തുറന്ന് ഹൃദയം തുറന്ന് അറിയാവുന്ന വിധത്തില് ഭാഷാപരമുള്ളവർ അങ്ങനെ അറിയാവുന്ന വിധത്തിൽ സ്തുതിച്ചേ. എല്ലാവരും സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ നന്ദി, പരിശുദ്ധാത്മാവേ ആരാധന, ഏക ദൈവമേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇരുകരങ്ങളെ ഹൃദയത്തോട് ചേർത്ത് കണ്ണുകൾ തുറന്ന് തിരുവത്താരിൽ എഴുന്നള്ളിയിരിക്കുന്ന ദിവ്യകാരുണ്യ സ്വയം നോക്കുകയാണ്. പ്രിയമുള്ളവരെ, വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തിന്റെ 10-ാം തിരുവചനം, ഞാൻ വന്നിരിക്കുന്നത് ജീവനുണ്ടാകുവാനും അത് സമൃദ്ധമായി ഉണ്ടാകുവാനുമാണ്. ജീവന്റെ സമൃദ്ധി അത് നമുക്ക് പകർന്നു നൽകുന്ന ഈശോയിത ഈ തിരുവത്താരിയില് ഈ വചന മണിക്കൂറിന്റെ നേരത്തും ദിവ്യകാരുണ്യ ആരാധനയുടെ നിമിഷങ്ങളിലും ഈശോ നമ്മളോടൊപ്പമാ. ഈശോ നമ്മുടെ കൂടെ ആയിരിക്കുന്നത് നമ്മളെ ബലപ്പെടുത്തുവാന്. ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്, നിന്നെ ശക്തിപ്പെടുത്തുന്ന പുതുജീവൻ നൽകുന്ന അഭിഷേകം. എസെക്കിയേൽ 37-ാം അധ്യായത്തിൽ ഇതാ അസ്ഥികളുടെ താഴ്വരയില് ഇതാ പ്രവാചകന് ദൈവം ഒരു ദർശനം കാണിച്ചു കൊടുക്കുകയാ. അസ്ഥികൾ മാത്രമുള്ള താഴ്വര. ഇതാ ഈ അസ്ഥികൾ എഴുന്നേൽക്കുന്നു, അവയൊരു മനുഷ്യരൂപം പ്രാപിക്കുന്നു. അവയിലേക്ക് പ്രവാചകനോട് ദൈവം പറയുകയാണ്, ജീവശ്വാസം അവയിലേക്ക് നിശ്വസിക്കുക. ജീവൻ നൽകുന്ന ആത്മാവ്, ജീവനില്ലാത്തവയ്ക്ക് ജീവൻ നൽകുന്ന ആത്മാവ്, പുതുജീവൻ നൽകുന്ന ആത്മാവ്, ജീവശ്വാസം അവയിലേക്ക് നിശ്വസിച്ചപ്പോൾ പ്രിയമുള്ളവരെ, ഇതാ വചനം നമ്മൾക്ക് ഇപ്രകാരമാണ് പറഞ്ഞു നൽകുന്നത്. ഒരു മഹാസൈന്യം പോലെ അസ്ഥികളുടെ താഴ്വരയിലെ അസ്ഥികൾ ഇതാ ഒരു മഹാസൈന്യം പോലെ ശക്തി പ്രാപിച്ചു. വലതുകരമുയർത്തി സ്വരമുയർത്തി ചേർന്നെന്ന് പറഞ്ഞ് ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, പുതുജീവൻ നൽകുന്ന അനുഭവം എന്റെ ജീവിതത്തിന്റെ നിരാശകള്, സങ്കടങ്ങള്, അസ്വസ്ഥതകള്, ആകുലതകള്, പ്രതികൂല സാഹചര്യങ്ങള് എടുത്തു മാറ്റി പുത്തൻ അഭിഷേകം നൽകി കർത്താവ് നമ്മളെ അനുഗ്രഹിക്കുന്ന നിമിഷമാണിത്. പരിശുദ്ധാത്മാവ് നമ്മളിൽ എല്ലാവരിലും ഉണ്ട്. നമുക്ക് ലഭിച്ച പരിശുദ്ധാത്മാവിന്റെ ചൈതന്യത്തെ കൂടുതലായി ഈശോ ഈ തിരുവത്താരിൽ നിന്ന് പകർന്നു നൽകുമ്പോൾ അതൊരു പുത്തൻ അഭിഷേകമായി ഈ നാളുകളിൽ നമ്മൾ എടുത്ത തീരുമാനങ്ങള്, കുമ്പസാരത്തിലൂടെ എടുത്ത തീരുമാനങ്ങള്, കുടുംബമൊന്നിച്ച് പ്രാർത്ഥിച്ചെടുത്ത ചില തീരുമാനങ്ങള് ഇതാ ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലും ദൈവത്തിന്റെ ശക്തമായ ഇടപെടൽ സാധ്യമാകുന്നത് പരിശുദ്ധാത്മാവിന്റെ പ്രചോദനത്തോട്, പരിശുദ്ധാത്മാവിന്റെ സ്വരത്തോട് നമ്മുടെ ജീവിതത്തെ ചേർത്ത് വെക്കുമ്പോഴാണ്. പ്രിയമുള്ളവരെ, പരിശുദ്ധാത്മാവിന്റെ നിറവിന് വേണ്ടി സമൂഹം ഒരുമയോടെ പ്രാർത്ഥിക്കുന്ന സമയം ഇരുകരങ്ങളും ഈശോയുടെ സന്നിധിയിലേക്ക് നമുക്കൊന്ന് നീട്ടിപ്പിടിക്കാം. ഇരുകരങ്ങളും ഈശോയുടെ സന്നിധിയിലേക്ക് നീട്ടിപ്പിടിച്ച് നമ്മളിതാ ദിവ്യകാരുണ്യ സന്നിധിയില് ഒരുമയോടെ പ്രാർത്ഥിക്കുകയാണ്. നമുക്ക് എല്ലാവർക്കും ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. ദിവ്യകാരുണ്യ ഈശോയേ, ദിവ്യകാരുണ്യ ഈശോയേ. എല്ലാവരും അതരം തുറന്ന് ഹൃദയം തുറന്ന് സ്വരമുയർത്തി കരങ്ങൾ ഈശോയിലേക്ക് നീട്ടിപ്പിടിച്ച് ദിവ്യകാരുണ്യ ഈശോയേ, ദിവ്യകാരുണ്യ ഈശോയേ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. വാഗ്ദാനമായ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്താൽ ഈശോയെ ഞങ്ങളെ നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവേ ഞങ്ങളെ സഹായിക്കണമേ, ശക്തിപ്പെടുത്തണമേ. ഇരുകരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ ഞങ്ങൾക്ക് പുതുജീവൻ നൽകണമേ. പരിശുദ്ധാത്മാവേ ഞങ്ങളുടെ അസ്ഥികളെ, ജീവിതത്തെ ബലപ്പെടുത്തി
ബലപ്പെടുത്തണമേ. ഹല്ലേലൂയ. യേശുവേ നന്ദി. ഇരുകരങ്ങൾ ശിരസിലൊന്ന് കമിഴ്ത്തി വെച്ച് പരിശുദ്ധാത്മാവേ, മാമോദീസായിലൂടെ, സ്ഥൈര്യലേപനത്തിലൂടെ, കൈവെപ്പ് ശുശ്രൂഷയിലൂടെ ഞങ്ങൾക്ക് ലഭിച്ച ദൈവത്തിന്റെ ചൈതന്യമേ, ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. പുത്തൻ അഭിഷേകം നൽകണമേ, ജ്ഞാനം നൽകണമേ, അറിവ് നൽകണമേ, വിവേകം നൽകണമേ, ഉചിതമായ തീരുമാനമെടുക്കുവാൻ പരിശുദ്ധാത്മാവേ ഞങ്ങളെ ബലപ്പെടുത്തണമേ, ശക്തിപ്പെടുത്തണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ പരമമാ കരങ്ങൾ കൂപ്പി ശിരസ്സ് നമിച്ച് ദിവ്യകാരുണ്യമേ ഈശോയേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേക്കാരാധന. എന്നുമെന്നും എന്നുമെന്നും അങ്ങേക്കാരാധന. എൻ്റെ പേര് ചാക്കോ. ഈ ധ്യാനത്തിൻ്റെ ആനിക്കാമ്പോയിൽ ഇടവകയിൽ നടന്ന പോപ്പുലർ മിഷൻ ധ്യാനത്തിൻ്റെ ജനറൽ കൺവീനറാണ്. വളരെ പ്രതീക്ഷയോടും ആഗ്രഹത്തോടും കൂടിയിട്ടാണ് ഞങ്ങൾ ഈ ധ്യാനത്തെ എതിരേറ്റത്. മൂന്നാമത്തെ പ്രാവശ്യമാണ് ഇവിടെ പോപ്പുലർ മിഷൻ ധ്യാനം നടക്കുന്നത്. ഈ ധ്യാനം നയിച്ച പോട്ടയിലെ ഫാദർ ജോജോ അച്ഛന്, കൂടെയുള്ള തോമസ് അച്ഛന്, ബാക്കിയുള്ള അച്ഛന്മാർ, അതുപോലെ ഗാനം നയിച്ച ഡേവിസ്, ജോജോ, ഇവരെല്ലാം ഞങ്ങൾ വളരെ നന്ദിയോടെ ഓർക്കുന്നു. ഈ ധ്യാനം ഈ ഇടവകയിൽ പുതിയൊരു ചൈതന്യം കൊണ്ടുവരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ ധ്യാനം ഇവിടെ സംഘടിപ്പിക്കുവാൻ ഇതിനുവേണ്ടി പ്രത്യേക താല്പര്യമെടുത്ത് ഈ ധ്യാനം ഇവിടെ സംഘടിപ്പിച്ച താമരശ്ശേരി രൂപതയ്ക്കും ഞങ്ങളുടെ പ്രിയപ്പെട്ട പിതാവിനും അതോടൊപ്പം ഞങ്ങളുടെ വികാരി അച്ഛനും ഞങ്ങൾക്കുള്ള നന്ദിയും സ്നേഹവും ഈ സമയത്ത് അറിയിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. എൻ്റെ പേര് അഗസ്റ്റിൻ. ഞാൻ ആനക്കാമ്പോൽ നിവാസിയാണ്. ജനിച്ചതും വളർന്നതൊക്കെ ആനക്കാമ്പോൽ തന്നെയാണ്. അപ്പോൾ എൻ്റെ ഓർമ്മയിൽ ഇത് ഇവിടുത്തെ മൂന്നാമത്തെ പോപ്പുലർ മിഷൻ ധ്യാനമാണ്. വളരെ നല്ലൊരു അനുഭവമാണ് ഞങ്ങൾക്ക് ഈ ധ്യാനത്തിലൂടെ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആനുകാലിക കാലഘട്ടത്തിൽ മനുഷ്യൻ ഒത്തിരിയധികം സാങ്കേതികമായും മറ്റ് സാമ്പത്തികമായും ഒക്കെ പുരോഗമിക്കുന്ന ഈ കാലഘട്ടത്തിൽ അതുപോലെ തന്നെ മനുഷ്യനിൽ ഒത്തിരി പ്രശ്നങ്ങളും കൂടി വരുന്നുണ്ട്. അപ്പോൾ മനുഷ്യൻ്റെ നിരവധിയായ പ്രശ്നങ്ങൾക്ക് എങ്ങനെ ക്രിസ്തുവിനോട് ചേർന്ന് നിന്ന് ജീവിതത്തിന് പരിഹാരമുണ്ടാക്കാം, ജീവിതത്തെ ക്രിസ്തു കേന്ദ്രീകൃതമായി എങ്ങനെ നയിക്കാമെന്നുള്ള വളരെ നല്ല ക്ലാസ്സുകളാണ് ഇവിടെ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ആനക്കാമ്പോലിന് 2026 ലഭിച്ച ഒരു വലിയ ഭാഗ്യമായിട്ട് തന്നെ ഞാൻ ഈ ധ്യാനത്തെ കാണുകയാണ്. എൻ്റെ പേര് തങ്കമ്മ. ആനിക്കാമ്പോയിൽ ഇടവകയിലെ വയോജന കൂട്ടായ്മയുടെ സെക്രട്ടറിയാണ്. പിന്നെ ഇവിടെ വയോജന കൂട്ടായ്മ വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. നേതൃത്വം നൽകുന്നത് അഗസ്റ്റിൻ പാറ്റാനിയിലെ അച്ഛനും സിസ്റ്റർ ഷീലയുമാണ്. ഞങ്ങൾ വളരെ ഒത്തിരി ആകാംക്ഷയുടെ കാത്തിരുന്ന ഒരു ദിവസമാണ്. പറഞ്ഞപ്പോൾ മുതൽ പ്രാർത്ഥിച്ച് കാത്തിരിക്കുകയായിരുന്നു. വളരെ നല്ല രീതിയിൽ അത് മുന്നോട്ട് പോയി. എല്ലാവർക്കും വളരെ സന്തോഷമായിരുന്നു. രാവിലെ എഴുന്നേൽക്കാനൊക്കെ ബുദ്ധിമുട്ടായിട്ടും പിന്നെ ഞങ്ങൾ വെളുപ്പിനെ തന്നെ എഴുന്നേറ്റ് നടന്ന് ഇവിടെ വരെയൊക്കെ വരുമായിരുന്നു. അല്ലെ വണ്ടിയൊക്കെ ഇറങ്ങിയായിരുന്നു വരുന്നത്. പക്ഷേ ഈ ധ്യാനത്തോടുള്ള ഇഷ്ടം കാരണം ഞങ്ങൾ നടന്നൊക്കെയായിരുന്നു വന്നുകൊണ്ടിരുന്നത്. വെളുപ്പിനെ 4:30 എഴുന്നേറ്റ് നടന്നു വരും. ഇതിനൊക്കെ ഏറ്റവും മുമ്പിൽ നിന്നത് ഞങ്ങളുടെ അഗസ്റ്റിൻ പാറ്റാനിൽ അച്ഛനാണ്. പിന്നെ പോപ്പുലർ മിഷൻ ധ്യാനം നടത്തുന്ന വിൻസെഷൻ സഭയിലെ അച്ഛനും ടീം അംഗങ്ങൾക്കും എല്ലാം ഒത്തിരി നന്ദിയുണ്ട്.